ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഫ്രാൻസിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് പാരീസ്. ബെൻസൊക്കെ കണ്ടെടുത്ത് ടാക്സി ഓടി 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 വന്ന് ഗേറ്റ് എത്തിയപ്പോഴേക്കും ഗേറ്റ് ക്ലോസ് ചെയ്തു. പിന്നീട് ചങ്ങനെ വിളിച്ച് ചാടി ഇറങ്ങണേ. ജീവിതത്തിലൊരിക്കലെങ്കിലും യൂറോപ്പിലേക്ക് കാണാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാരീസിലെത്തിയിട്ട് 2ാം ദിവസം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. ഞാനും അച്ചായനും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായി ഇതേ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അച്ചായ കൂടുതൽ ഉണ്ട് കേട്ടോ. അച്ചായ, എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞേ? ഒരു കറക്ഷൻ, നമ്മളിത് 3ാം ദിവസം. 3ാം ദിവസം എങ്ങനെ? ഒരു ദിവസം വന്നത് നമ്മൾ രാത്രി വന്നില്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ 2ാം ദിവസം എക്സ്പ്ലോർ ചെയ്തു. ഓക്കെ, ഇന്ന് നമ്മൾ പോവാണ്. ജസ്റ്റ് കറക്റ്റ് നമ്മൾ കിടന്ന് ഉറങ്ങിയതൊക്കെ കണക്കി കൂട്ടൂല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം പോവാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് പോവാണ്. ട്രെയിൻ കയറിയാ പോകുന്നത്. ഇവിടുന്ന് 5 hour ട്രെയിൻ ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ ചെന്ന് സെയിം നമ്മുടെ വന്ന എയർപോർട്ട് തന്നെയാണ് ട്രെയിൻ സ്റ്റേഷനും. അപ്പോൾ ആ ഫെസിലിറ്റി ഉപയോഗിച്ച് നമ്മൾ അവിടുന്ന് നേരെ സ്വിറ്റ്സർലൻഡ്. ഇപ്പം പോകുന്ന സ്വിറ്റ്സർലൻഡ് ഡയറക്റ്റ് ആയിട്ടല്ല, ഇവിടെ നേരെ ചെന്നിട്ട് ഫ്രാൻസിന്റെ ബോർഡർ അവിടെ ഇറങ്ങി അടുത്ത് വീണ്ടും നമ്മൾ സ്വിസ് ട്രെയിനിൽ കയറും. അവിടുന്ന് സ്വിറ്റ്സർലൻഡ് ലുസാൺ എന്ന് പറയുന്ന സിറ്റിയിലൂടെ പോകുന്നത്. സോ വിൽ ബി സ്പെൻഡിങ് ടൈം. നമ്മുടെ കസ്റ്റമേഴ്സിന് ഇവിടെ നമ്മൾ പാക്കേജുകൾ കൊടുക്കുമ്പോൾ 5 nights 6 days കംപ്ലീറ്റ് പാക്കേജുകൾ നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും. റോയൽ സ്കൈയിൽ കൂടെ അവർക്ക് അപ്രോച്ച് ചെയ്യാം. 5 ദിവസം കാണാനുണ്ട് പാരീസ്. 5 അല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷെ 5 ആണ് ഏറ്റവും ലീസ്റ്റ് നമുക്ക് കൊടുക്കാം. കാരണം അത്രയും ഇങ്ങനെ നമ്മൾ കണ്ടില്ലെങ്കിൽ ഇത്രയും പൈസ മുടക്കി ഇവിടെ വരുന്നതുകൊണ്ട് ഇത് വರ್ತല്ല. അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ട്രാൻസിറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഈ കെൻ ഡു ഒരു ഐഫൽ ടവർ മാത്രം 2 ദിവസം കൊണ്ട് നമ്മൾ ചെയ്തതുപോലെ ഒറ്റ ദിവസം വരിക കംപ്ലീറ്റ്. അതിനകത്ത് നമ്മുടെ ടൂറ്റ് എന്നുള്ള ബസ് എടുക്കുക. അപ്പോൾ അത് ഒരു 13 സ്റ്റാഫ് ഉണ്ട്. 9 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നോട്ടർ ഡാം, നമ്മൾ ഇന്നലെ നോട്ടർ ഡാം ഒക്കെ കവർ ചെയ്തല്ലേ? നമ്മൾ പള്ളിയിൽ പോയി അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആർക്ക് കണ്ടു. ആർക്കിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നേരെ ചെന്ന് ഐഫൽ ടവറിൽ കയറി. അപ്പോൾ ആ ഒരു ജേർണി വേണമെങ്കിൽ ഷോർട്ട് ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 ദിവസം കൊണ്ട്. അല്ല, ഇവർക്ക് ഫുൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 nights എടുക്കണം. ആ 5 nights എടുക്കുവാണെങ്കിൽ അവർക്ക് ഫുള്ളായിട്ട് പാരീസ് മൊത്തം കാണാം. സോ ദാറ്റ് വിൽ ബി വൺ ഗുഡ് ടു കവർ ദാറ്റ് ഏരിയ. So we'll do that. അതായത് അപ്പോൾ പാരീസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മിനിമം 5 ദിവസമൊക്കെ വെച്ച് വരികയാണെങ്കിൽ പാരീസ് മാത്രമായിട്ട്, അതായത് ഫ്രാൻസ്, ഇപ്പോൾ പാരീസ് എന്ന് പറയുമ്പോൾ അറിയാലോ ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് പാരീസ്. ഓക്കെ, അപ്പോൾ പാരീസിലേക്ക് വരാം. ഇവിടെ വന്നതിന് ശേഷം 5 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോകാം. അത്യാവശ്യം നിൽക്കുന്നില്ല, നമുക്ക് പോലുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ടാക്സി ആണെങ്കിൽ ബെൻസൊക്കെ കണ്ടെടുത്ത് ടാക്സി. ഇതാണ് ടാക്സിയാണോ? ഒരുപാട് പിന്നെ യൂറോപ്യൻ ജർമ്മൻ വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴും സ്വിറ്റ്സർലൻഡിൽ ചെല്ലുമ്പോഴും ഇറ്റലി ചെല്ലുമ്പോഴും നമ്മളെ മെഴ്സീഡീസും പിന്നെ BMW ഒക്കെ ടാക്സി. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വില കൊടുക്കും. ഞാനും അച്ഛനും കൂടി വണ്ടിയുടെ ബാക്കിൽ കയറി ഇരിക്കേണ്ട. മുന്നോട്ട് പോകുന്നവരും എന്തൊക്കെയാവും നമുക്ക് നോക്കാം. Are you from France or are you from another country? Another country, born in France. Which country? Cap Vert. Yeah. You know? No, I don't. I haven't visited there yet. Africa. I know, but which part of Africa? West part of it. നമ്മൾ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് കൂടി തന്നെയാണ് പോകുന്നത്. അടുത്ത് കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതായത് നമ്മൾ എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതായത് നമ്മൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകുന്നു. എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ട് വേണം ഉള്ളിലേക്ക് താഴേക്ക് പോയിട്ട് വേണം നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. വണ്ടി ഇറങ്ങി മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ 2-3 ഗേറ്റുകളൊക്കെ അടച്ചിട്ട് ലഗേജും പിടിച്ച് പോകണം. തന്നെ ഒരു കഷ്ടപ്പെട്ടാ. ഓടി 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 വന്ന് ഗേറ്റിലെത്തിയപ്പോഴേക്കും ഗേറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ എയർപോർട്ടിലൊക്കെ ക്ലോസ് ചെയ്തു, ഗേറ്റ് ക്ലോസ് ചെയ്യാന്ന് പറയില്ല, അതുപോലെ ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇനി അടുത്ത ട്രെയിനിലേക്ക് മാറ്റി നമ്മളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രെയിൻ എന്ന് വെച്ചാൽ 11:22 ആയിരുന്നു. അപ്പോൾ അത് മിസ്സായി. അപ്പോൾ ഇനി 11:50 ട്രെയിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഓഫീസൊക്കെ കാണുന്നത് കേട്ടോ. എത്ര നീറ്റാಗಿ ക്ലീനാണ്, ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിൽ അവിടെ മെട്രോ ഒക്കെ അടിപൊളിയൊക്കെ തന്നെയാണ്, ഒന്നും കുറ്റം പറയാനില്ല. ഷാർൽസ് ഡി ഗോൾ എന്നുള്ളടത്തുനിന്നാണ് കയറുന്നത്. എന്നിട്ട് നമ്മൾ ഡിസ്നി ലാൻഡ് പാരീസ് എന്നുള്ളത് ഇറങ്ങാം. 12:11 അവിടെ എത്തും. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പാരീസ്, അവിടുന്ന് നേരെ സ്ട്രാസ്ബർഗ്.
അവിടെ നമ്മൾ 14:29 എത്തും. അപ്പം 12 to 2 മണിക്കൂറുണ്ട് നമുക്ക് അവിടുത്തെ പാരീസിന്റെ ബോർഡർ എത്താൻ വേണ്ടിയിട്ട്. പാരീസിന്റെ ബോർഡർ. ട്രെയിൻ എത്തുമ്പോഴേക്കും ഇതിന്റെ ഡ്യൂട്ടിയിലുള്ള ഓഫീസേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞ് അവർ ഇത് കറക്റ്റായിട്ട് ആൾക്കാരൊക്കെ കൺട്രോൾ ചെയ്യുന്നു. നമുക്ക് ഈ ട്രെയിനിൽ നമുക്ക് സീറ്റില്ല, നിന്ന് പോകണം. 10 മിനിറ്റ് നേരത്തെ യാത്ര. നമ്മൾ അധികം ലഗേജ് ഒന്നുമില്ല. ഒരു പെട്ടി ഓട്ടോറിക്ഷ കയറ്റങ്ങൾ എത്ര ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ. ട്രെയിനിൻ്റെ പേരിൽ തന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഞാൻ ആ കോഫി ഷോപ്പിൽ നിന്ന് എത്തിച്ചു കിട്ടട്ടെ. അപ്പോൾ നമുക്കിത് കോഫി കുടിക്കാം, ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാം. നല്ല രസമുണ്ട് പരിപാടികളൊക്കെ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ലൈസ് പോലത്തെ സംഭവങ്ങൾ, ബിയർ, അതുപോലെ മറ്റ് ഡ്രിങ്ക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. യെസ്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഹായ്. എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ ഭയങ്കര അടിപൊളി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ കാഴ്ചകളും. യെസ്, മുന്നോട്ട് പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ളതാണ്. ഇവിടെ ഇതാ വിൻഡോസ് നമുക്ക് ഉണ്ട്. ഇതുപോലെ കാണാം, നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് കാണാം. ഇനി എന്തായാലും നമുക്ക് ഇനിയിപ്പം സ്വിറ്റ്സർലൻഡ് വരെയുള്ള യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കിടക്കുന്നു. യെസ്, എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു നമുക്ക്. നമ്മളിപ്പോൾ തന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ നിൽക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ 10 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയേക്കുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇനി ചെക്ക് ഇൻ ചെയ്തിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ മുകളിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ട്രെയിൻ വന്നു കഴിയുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ് ഇറങ്ങുന്ന യാത്രക്കാരുടെ, കയറാനുള്ളവരുടെയൊക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ ലാസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നമ്മളുടെ. നമ്മൾ സീറ്റിൽ നിന്ന് എഴുന്നിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് വരേണ്ട. കോഫി കുടിക്കാൻ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഇതിപ്പോൾ നമ്മൾ കോഫി ഷോപ്പ് എത്തി. കോഫി ഷോപ്പിൻ്റെ അടുത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എന്താണ് നമുക്ക് നോക്കാം. പീസ് ചെയ്യണ്ട, കുറേ സംഭവങ്ങളുണ്ട്. എന്തായിട്ടത് പൊട്ടറ്റോ. മഴക്കാലം അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഗ്ലാസ്സുകളിലൊക്കെ നല്ല അഴുക്കൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിലൊക്കെ വൃത്തിയുള്ള കാഴ്ചകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നല്ല വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും കാണാൻ പോകുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇപ്പോൾ ഏതാണ്ട് ഒരു ഡാർക്ക് മോഡാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരും കൂടുതൽ നല്ല നല്ല കാഴ്ചകൾ പകർത്താൻ വേണ്ടിയിട്ട്. ട്രെയിൻ ഓടി മറ്റൊരു സ്റ്റേഷനിൽ, ഒരു ഗ്രാമത്തിലൊരു സ്റ്റേഷനിൽ വന്നിട്ട് നിർത്തിയാണ് കേട്ടോ. അവിടുത്തെ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ ബിൽഡിങ്ങുകളോ സംഭവങ്ങളൊന്നുമില്ല. വരുന്ന വഴിക്ക് നമ്മൾ കാണുന്നത് അധികവും കൃഷിസ്ഥലങ്ങളാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ വരുന്ന ഈ ക്ലൈമറ്റ് വളരെ മൂടിക്കെട്ടിയ കാലാവസ്ഥ, അതിനകത്ത് തന്നെ അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ എന്തായാലും ഇവിടുത്തെ വേനൽക്കാലത്ത് നമ്മളൊരിക്കൽ കൂടി വന്നത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഷനിൽ ആൾക്കാർ ഇറങ്ങി ബാഗൊക്കെ ആയിട്ട് പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പോണ യാത്രക്കാരെ നോക്കിക്കണത് അവരെ കാണാനല്ല, എൻ്റെ ബാഗും അച്ഛൻ്റെ ബാഗും കയ്യിലെടുത്തുകൊണ്ട് പോകണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിലവിൽ നടന്നു പോണ ആരുടെ കയ്യിൽ നമ്മുടെ ബാഗൊന്നും കാണാനില്ല. അപ്പോൾ അവിടെ ഉണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഉണ്ടെങ്കിൽ വേണ്ടി ചങ്ങനെ വിളിച്ച് ചാടി ഇറങ്ങണേ. അതെ, അപ്പോൾ നിലവിൽ പോയേക്കണ ആരെയും നമ്മുടെ ബാഗൊന്നും ഇല്ല കേട്ടോ. പാസ്പോർട്ട് സാധനമൊക്കെ അവിടെ ഉള്ളത്. നിങ്ങളാരും ഇങ്ങനത്തെ ഒരു റിസ്കിന് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിലുള്ള ഈ അമിത ചാർജ് നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിർത്തി. യെസ്, നമ്മളുടെ പടത്തിൽ കണ്ടൊരു സംഭവമാണ് അവിടെ ഓർഡർ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. ബ്രെഡ്, ചീസ്, പിന്നെ അതിൻ്റെ അകത്ത് മീറ്റും ഉണ്ട്. യെസ്, ഓക്കെ. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അത് മഷ്റൂമും ബീഫാണോ?
മക്കളത് കണ്ടില്ലേ? യെസ്, ഗ്ലാസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് നല്ല വീഡിയോ എടുത്ത് തകർക്കായിരുന്നു. ഒരുപാട് കൃഷി സ്ഥലങ്ങളിലൂടെയൊക്കെ ഓടി 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 നമ്മൾ ട്രെയിന് വീണ്ടും മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ യൂറോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേ ദിൽവാലെ സിനിമയിലൊക്കെ ഷാറൂഖ് ഖാനൊക്കെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള വഴികളൊക്കെ തന്നെയാണ് എല്ലാവിടം കാണാൻ സാധിക്കുന്നത്. പോകുന്ന വഴിയിലൊക്കെ ദൂരെ ആയിട്ട് ഈ സ്റ്റേഷനിൽ നിർത്തിയിട്ടാണ് വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കും. തിക്കും തിരക്കും ബഹളങ്ങളൊന്നുമില്ല. യെസ്, എന്തായാലേ കാഴ്ചകൾ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വീണ്ടും ഈ ഒരു ക്ലൈമറ്റിനപ്പുറം നല്ല സമ്മർ സമയത്ത് വന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കാനാണ് ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ വിട്ട് നമ്മുടെ വാഹനം വീണ്ടും മുന്നോട്ട് പോകുന്നു. കാപ്പിയൊക്കെ കുടിച്ച് ഭക്ഷണം കഴിഞ്ഞപ്പോൾ വീണ്ടും ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ട്. അതെ, അതിൻ്റെ അകത്ത് ഇന്നറും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ എന്താ പറയുക, യൂറോപ്യൻ യാത്ര തീർച്ചയായിട്ടും ഞങ്ങളുടെ കഴിവും സാമ്പത്തികമൊക്കെ അനുസരിച്ചിട്ട് ജീവിതത്തിലൊരിക്കലെങ്കിലും യൂറോപ്പിലേക്ക് കാണാം. കാരണം നമ്മുടെ മുമ്പിൽ എന്തുമാത്രം കാഴ്ചകളുടെ കൗതുകങ്ങളാണ് ദൈവം ഒഴിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറും, അത് ഭക്ഷണത്തിലും വസ്ത്രധാരണ രീതിയിലും ഇങ്ങനെ എല്ലാ നിലക്കും തീർച്ചയായിട്ടും എൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ യൂറോപ്യൻ യാത്രയാണ്. അത് നമ്മളിതിന് മുമ്പ് യൂറോപ്പിലെത്തിയത് നമ്മൾ ഉക്രൈനിലായിരുന്നു. ഉക്രൈൻ്റെ കാഴ്ചകളടങ്ങിയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഒപ്പം തന്നെ ഉക്രൈനെ പറ്റിയുള്ള ബുക്ക് മറയുന്ന കാഴ്ചകളും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. താല്പര്യം പോലെ നിങ്ങൾ മേടിക്കുക, വായിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാഴ്ചകളിലേക്ക് ഇങ്ങനെ പോകുന്നു. മരങ്ങളൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ പൊഴിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് അത്രക്കാണ്ട് ഭംഗി തോന്നിക്കുന്നില്ല. പക്ഷേ ഭംഗി തോന്നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫീലാണ് കേട്ടോ. ഭംഗി തോന്നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ഭംഗിയാണ്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ചില ഭംഗി ചിത്രങ്ങളുണ്ടല്ലോ, ഇലകളൊക്കെ നിറഞ്ഞും പല കളറിലുള്ള ഇലകളൊക്കെ ഉള്ളതും. അത് മാറിയിട്ട് ഇത് മറ്റൊരു ഭംഗി. ആ ഭംഗി എന്താണെന്ന് ഒന്നുകൂടി ക്യാമറ തിരിക്കട്ടോ. അത് നോക്കിക്കും. വേണ്ട, ഇങ്ങനെ ഷെയ്ഡ് പോലെ നിഴല് പോലെ പോകുന്നുണ്ട്. ഇതൊക്കെ മരങ്ങളാണ്. പക്ഷെ അതൊക്കെ നമുക്ക് നല്ല വേനൽക്കാലത്ത് നമുക്ക് കാണാം. ഒരു 1.5 കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ. ഈ കാണുന്ന ഈ കറുപ്പൊന്നും ആയിരിക്കില്ല പിന്നെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തിനധികം കടന്നു പോകുമ്പോൾ ഈ സൈഡിൽ കാണുന്ന ഇരുണ്ട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കുന്നുകൾ പോലെ, ആ പുല്ലുകൾക്ക് പോലും ഉണ്ടാകും ഒരു പ്രത്യേക ഭംഗി. ഇന്നലെ ഈ ഈഫൽ ടവറിൻ്റെ അവിടെ നമ്മൾ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. പോയി കണ്ടാൽ മതി ഇന്നലത്തെ എപ്പിസോഡിൽ. അപ്പോൾ അതിന് ഈഫൽ ടവറിൻ്റെ അവിടെ താഴെ കുറച്ചൊരു ലേക്ക് കണ്ടിരുന്നു. ആ ലേക്കിൻ്റെ അവിടുത്തെ പച്ചപ്പ് തന്നെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഫീല് മനസ്സിലായി. അതിനൊന്നും പറയാനില്ല, വെറുതെ വാചാലിന് അവിടെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണത്. എന്തൊക്കെ കാഴ്ചകളല്ലേ. ഇതാണ് തുടർന്നും കണ്ടുകൊണ്ടിരിക്കും.